Hi foodies! Welcome back to Marian's Kitchen. In the Marian's Kitchen, we are very easy to make a recipe. സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് കപ്പി കാച്ചി പൊന്താൻ വെച്ച എന്ന പ്രോസസ് ആണ്. ഇതൊന്നുമില്ലാതെ അരിപ്പൊടി വെച്ച് കാച്ചി കുറുക്കാതെ ഈസി ആയിട്ട് അന്ന ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത സൂപ്പർ വട്ടയപ്പം നമുക്ക് ചെയ്തെടുത്താലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാ അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത് സാധാ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് നാളികേരം ചെരുകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 3/4 കപ്പായാലും മതി. ഒരു കപ്പ് നല്ല മധുരമാണ് കേട്ടോ. ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഏലക്കായ തോട് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കൈവച്ച് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം അത് നന്നായിട്ട് യോജിച്ച് കിട്ടും നമുക്ക്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും നമ്മുടെ കൈവച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പരിപ്പൊടിയൊക്കെ ആയ കാരണം ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കുക. അപ്പോൾ കൈവച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ദോശമാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവാണ് വേണ്ടത്. ഇനി അത് പൊന്താനായിട്ട് വെക്കാം. ചൂടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ 6 മണിക്കൂർ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. ഇത് 8 മണിക്കൂറിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ചെയ്യാനുള്ള പാത്രത്തിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. അതിനുശേഷം വട്ടയപ്പത്തിനുള്ള മാവ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര കനം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇറക്കി വെച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒരു 8 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെന്തതിന് ശേഷം തണുപ്പിച്ചിട്ട് നിങ്ങളൊരു കത്തി വെച്ചിട്ടൊന്ന് വിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ്, ഈസി ആയിട്ടുള്ള വട്ടയപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മരിയൻസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.